പിന്നെ ഒരു കാര്യം എനിക്ക് ആഷ്ലിനെ കുറിച്ച് പറയാനുള്ളത്, he told everything about a country. Like ഞാൻ പോകുന്ന കൺട്രിയെ കുറിച്ച് pros and cons. Like most of the agencies like pros മാത്രമേ പറയത്തുള്ളൂ. But he said everything we need to know about our university. എന്തെങ്കിലും കൺഫ്യൂഷൻസ് വന്ന സമയത്ത് ആഷ്ലിനെ കണക്ട് ചെയ്യുമ്പോൾ ഇവരുടെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? നന്നായ അപ്രോച്ച് ആയിരുന്നു. എനിക്ക് എന്ത് സംശയം ഉള്ളപ്പോൾ ഏത് സമയത്താണെങ്കിലും അഭിജിത്തിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ വെരി ഇമ്മീഡിയറ്റ്ലി അറ്റ് സെയിം ടൈമിൽ പറ്റിയില്ലെങ്കിലും തിരിച്ചു വിളിച്ച് എൻ്റെ സംശയങ്ങളെല്ലാം തീർക്കുന്നതിന് അഭിജിത്ത് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇവൻ പോകുന്നതിനെ സംബന്ധിച്ച് ഒത്തിരി ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അഭിജിത്താണ് നമുക്കൊരു വില എപ്പോഴും തന്നുകൊണ്ടിരുന്നത്. വെരി ഫ്രീ ടു ആസ്ക് എനിത്തിങ്സ്. എല്ലാ കാര്യങ്ങൾക്കും നല്ല ക്ലാരിറ്റി ഉണ്ട്. പിന്നെ കറക്റ്റ് ഗൈഡൻസ് കറക്റ്റ് ടൈമിൽ കിട്ടിയിരുന്നു. അഭിജിത്തിനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും മനസ്സിന് ഭയങ്കര റിലാക്സ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ പോകുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. കാരണം അഭിജിത്തിനെ ഏൽപ്പിച്ചിട്ടാണ് വിടുന്നതെന്നുള്ള ഒരു വിശ്വാസമാണ്, ഒരു ഉറപ്പ് എനിക്കുണ്ട്. നല്ലൊരു അഭിപ്രായമാണ് അവരെ കുറിച്ച്. ഇപ്പൊ നമ്മളിപ്പോ എയർപോർട്ടിൽ വരെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവരുണ്ട്. അത് നമുക്ക് എപ്പോഴും അവരെ നമ്മൾ അംഗീകരിച്ചേ പറ്റും. നമ്മുടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒരുപാട് ഏജൻസികൾ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അവർ പലതരത്തിലുള്ള പ്രോമിസുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇതിൽ നിന്നും ഒരു റൈറ്റ് പേഴ്സണെ ചൂസ് ചെയ്യുക എന്നുള്ളത്, ആ ചൂസ് ചെയ്യുന്ന പിന്നീട് സക്സസ് ആകുന്ന മാർഗം എന്ന് പറയുന്നത് നമ്മളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു സക്സസ് ലാസ്റ്റ് നിമിഷം വരെ കാത്തു സൂക്ഷിക്കാൻ അഭിജിത്തിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സക്സസ്.